ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജിഞ്ചർ അഥവാ ഇഞ്ചി എന്നതിനെ കുറിച്ചും ഇത് എങ്ങനെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുമാണ്. അതായത് ഇത് കഴിച്ചാൽ നമ്മുടെ സൗന്ദര്യം കൂടുമോ, എങ്ങനെ കൂടും. ഇത് ഇടിച്ച് ചതച്ച് നല്ലതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് കുടിക്കുകയാണെങ്കിൽ അൾസർ ഇല്ലാത്തവർക്ക് വെറും വയറ്റിലും കുടിക്കാം, രാത്രി കിടക്കാൻ നേരത്തും കുടിക്കാം. ഇത് കുടിക്കുകയാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജിഞ്ചറോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതിനോടൊപ്പം വൈറ്റമിൻ സി ഉണ്ട്. ഇത് പ്രവർത്തിച്ച് ഓക്സിഡേഷനെ തടയുന്നു. അതായത് സെല്ലുകൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ സ്കിന്നിലൊക്കെ പാടുകൾ ഉണ്ടാകുന്നത്. പ്രായം കൂടുന്നതനുസരിച്ച് ഈ സെല്ലുകൾക്ക് റിപ്പയറിങ്ങിന് സഹായിക്കുന്ന സൈറ്റോകൈൻ എന്ന് പറയുന്ന ഘടകം കുറയുകയും നമ്മുടെ സ്കിന്നിലും നമ്മുടെ ബോഡിയിലും ഒക്കെ സെല്ലുകൾക്ക് കൂടുതലായിട്ട് ഓക്സിഡേഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിലൊക്കെ സ്കിന്നിലും ഒക്കെ പാടുകളും കറുത്ത പാടുകളും കുത്തുകളും പിഗ്മെന്റേഷൻസും ഒക്കെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോളും വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച് ഈ പാടുകളെയൊക്കെ കളയാനും നമ്മുടെ ബോഡിയിലോട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഈ പാടുകൾ ഇല്ല എങ്കിൽ കൂടുതൽ വരാതിരിക്കാനും ഉള്ളതിനെ കളയാനും സഹായിക്കുന്നു. അതിനോടൊപ്പം ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ നല്ല റേഡിയന്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ BP കുറയ്ക്കാൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ BP കുറയ്ക്കാനും ഹാർട്ട് ഹെൽത്തിനും സഹായിക്കുന്നു. ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ഹെൽത്തിന് സഹായിക്കുന്നു. കാർഡിയോവസ്കുലർ സിസ്റ്റത്തെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം ഹാർട്ട് അറ്റാക്ക് തടയുന്നു. BP കുറയ്ക്കുന്നതിനോടൊപ്പം ഷുഗറും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഷുഗർ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുകളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ചുകൊണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. അതായത് സെല്ലുകൾക്ക് കൂടുതലായിട്ട് ഇൻസുലിനെ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാനായിട്ട് ഇൻസുലിന് കൂടുതലായിട്ട് സാധിക്കും. അങ്ങനെ ബ്ലഡിന്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കും. അങ്ങനെ നമ്മുടെ ഡയബറ്റിക് എന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഈ ജിഞ്ചറോൾ നമ്മളെ സഹായിക്കുന്നു. അതിനോടൊപ്പം പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൂട്ടുന്നു. ബ്ലോട്ടിങ്ങും ഗ്യാസ് ഫോർമേഷനും ഒക്കെ കുറയ്ക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു. അതായത് നമ്മുടെ നല്ല സുഖമായുള്ള മലശോധന നടക്കുന്നു. ഡൈജഷൻ കൂട്ടുകയും പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൂട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇത് കോൺസ്റ്റിപ്പേഷൻ തടയുന്നത്. അതിനോടൊപ്പം ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസും അസുഖങ്ങളും ഒക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ബോഡിയിൽ നിന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പുറന്തള്ളാനും അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റിനെയൊക്കെ പുറന്തള്ളാനും അങ്ങനെ വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്നു. മെറ്റാബോളിസം കൂട്ടും. നമ്മുടെ സെല്ലുകളുടെ ഒക്കെ മെറ്റാബോളിസം കൂട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് സെല്ലുകൾ എടുത്തുകൊണ്ട് അതിനെ ഗ്ലൂക്കോസ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും കൂടുതൽ ബ്ലഡിനകത്ത് കിടക്കാതെ സെല്ലുകൾക്ക് കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുകയും ആ സെല്ല് എനർജി ആയിട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതൽ ശരീരത്തിൽ കെട്ടിക്കിടക്കത്തില്ല. അപ്പൊ അതിനെ പ്രവർത്തിപ്പിച്ച് ഈ ജിഞ്ചറോള് മെറ്റാബോളിസം കൂട്ടാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ വിശപ്പിനെ കുറയ്ക്കുന്നു. അങ്ങനെ വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്നു. എപ്പോഴും നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ സഹായിക്കുന്നു വെച്ചാൽ ഇത് എക്സ്പെക്ടറന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഇതിനകത്ത് ജിഞ്ചറോൾ എക്സ്പെക്ടറന്റ് ആയിട്ട്, അതായത് ഡസ്റ്റോ കഫോ എല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ പുറം തള്ളാനായിട്ട് ഇതിനകത്ത് ജിഞ്ചറോൾ സഹായിക്കുന്നു. വൈറ്റമിൻ സി കൂടുതലുള്ളത് കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. റെസിസ്റ്റൻസ് പവർ കൂട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. അങ്ങനെ ഓവറോൾ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മുടെ പെയിൻ റിലീഫിന് സഹായിക്കുന്നു. നമ്മുടെ പീരീഡ് ഒക്കെ വരുമ്പോൾ ഉള്ള മെൻസ്ട്രുവൽ ക്രാംസും നമ്മുടെ മസിൽ ക്രാംസും ഒക്കെ കളയാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട്, അതായത് വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളപ്പം റെസിസ്റ്റൻസ് പവർ കൂടുതലായിട്ടുള്ളപ്പം നമുക്ക് പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്നെല്ലാം നമ്മുടെ ബോഡിയെ ഈ ജിഞ്ചർ സഹായിക്കും. അൾസർ ഇല്ലാത്തവർക്ക് സുഖമായി കഴിക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ചിട്ട് ഇതിട്ട് കുടിക്കുകയോ അത് ചായ ഇട്ട് കുടിക്കുകയോ ചെയ്യാം. കഴിക്കുക. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.